ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? ആ എനിക്കറിയില്ല. ഒരു അന്തവും കുന്നാറില്ലാത്ത പോക്കായിരുന്നു. നേരെ ചുരത്തിലേക്ക്. അവിടെ എത്തിയുള്ള എൻ്റെ പേഴ്സണാണ് ഈ കാണുന്നത്. പിന്നെ അവിടെയുള്ള ചേട്ടൻ്റെ ചായക്കടയിൽ നിന്നൊരു ചായയും പിന്നെ കാടമുട്ട ഫ്രൈയും അത് മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഈ വിജനമായ കാട് കണ്ടിട്ട് എനിക്ക് രണ്ട് ഫോട്ടോ ഒപ്പി എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കെട്ടിയാൻ സമ്മതിച്ചില്ല. വണ്ടി മൂപ്പരയല്ല, മൂപ്പര് വണ്ടിയാളെ കൊണ്ടുവന്ന ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ മുന്നോട്ടുള്ള യാത്രയുടെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ പെട്ടും കുറച്ച് ഷൈയാണ്. ക്യാമറ കണ്ട അപ്പം നാണം വരും. ഞാൻ വരുമ്പോൾ ചേട്ടാന്നൊക്കെ വിളിക്കും. ഇപ്പം ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് എന്നറിയില്ല. പിന്നെ ഇതൊക്കെ എത്ര കണ്ടാന്നുള്ള ഭാവത്തിലാണ് മൂപ്പര നടത്തം. വെള്ളം കണ്ടി തിരുപ്പള്ളി കുളം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം നടന്നു വന്നത്. ഇനി എന്നെ കൂട്ടാണ്ടല്ല എനർജിക്കൊന്നും കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുമുണ്ട്. ഞാൻ തച്ചാന്നുള്ള ഭാഗത്തിലാണ് നടത്തം മൊത്തം. കാഴ്ചകൾ കാണിച്ചു തരുന്നതും എല്ലാം. കന്നടക്കാരനെ മലയാളം പഠിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള റൂമിലെത്തി കുറച്ച് റെസ്റ്റ് വീണ്ടും ഞങ്ങൾ രാത്രി നൈറ്റ് റൈഡിന് പോയി. ഗൂഗിളമ്പായി വഴി തെറ്റിച്ചിട്ടും ഞങ്ങൾ എങ്ങനെയൊക്കെയോ വീണ്ടും തിരിച്ചു റൂമിലെത്തി. പിറ്റേ ദിവസം ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് പോയത്. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഗോൾഡൻ ടെമ്പിളേ ഇല്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു പച്ചപ്പ് മൂടി നല്ല കാമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇതാകെ ആളും ബഹളും നട്ടുച്ച വേഗം. ഇനി ഇത് അടിപൊളി സ്ഥലമാണ് ഗൈസ്. നമുക്ക് നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇയാളെ കൂടെ ഓടിയെത്തില്ല ഗൈസ്, അത്രയും ഫാസ്റ്റാണ്. ഒന്ന് റൊമാൻറ്റിക് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ അതും പറ്റൂല. അതാ മുന്നിൽ വീണ്ടും നടന്നു പോകുന്നുണ്ട്. മരിച്ച കഥാണ് തിന്നയില്ലേ. ജനിച്ചിട്ട് ഇന്നേ വരെ കാണാത്ത നോക്കിയോ കാറുകൾ ഞാൻ കണ്ട്. എല്ലാവരെയും നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ട് ഫോട്ടോ എടുക്കാണ് എൻ്റെ ഏട്ടൻ. എനിക്ക് അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്ന ഒരു സൈക്കിൾ മാത്രമേ അറിയുള്ളൂ. അവിടെ നിന്ന് പോന്നു ഞങ്ങൾ വീണ്ടും വിജനമായ കാട്ടിലേക്ക്. കാടിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അടിപൊളി പ്ലേസാണ്. അങ്ങനെ ഒരു 6 ബ്ലോക്കൊക്കെ കിട്ടി ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്.